ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദേവ സ്റ്റാർ ഹോംസ് പുനലൂർ, എലഗൻസ് ഇവന്റ്സ് ആൻഡ് കാറ്റേഴ്സ് പത്തനാപുരം, AR കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി കുറ്റാലം, വിജയകൃഷ്ണ ജുവലേഴ്സ് പുനലൂർ, പവിത്രം ജുവലേഴ്സ് പുനലൂർ, ഭാരത് ഐ ഹോസ്പിറ്റൽ പുനലൂർ, തോട്ടുകടവിൽ ട്രേഡേഴ്സ് പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ പരുത്തിപ്പാറ, KMK ഹോസ്പിറ്റൽ കുന്നിക്കോട് ആൻഡ് സ്റ്റൈൽ ബാത്ത് കൊട്ടാരക്കര ആയൂർ പുനലൂർ. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. ബാത്റൂമിന്റെ ഭംഗിയും ശുചിത്വവും ദേവ സ്റ്റാർ ഹോംസിലൂടെ ലോകോത്തര നിലവാരം പുലർത്തുന്നു. ഇലക്ട്രിക്കൽ, ഗ്ലാസ് വാഷ് ബേസിൻ, മിറർ, bathroom fittings, modular kitchen, plumbing, tiles, sanitary, paint, furniture, granite, cement, CP fancy items. Best quality product is our responsibility. Deva Star Homes, Punalur, Pattanapuram. Elegant Events and Caterers, Pattanapuram. Make your days elegant and eventful. വിവാഹ നടത്തിപ്പിനും മറ്റ് പ്രിയ മുഹൂർത്തങ്ങൾക്കും നെട്ടോട്ടമോടുന്നവർക്ക് ഇതാ ഒരു സന്തോഷ വാർത്ത. നിങ്ങളുടെ പ്രിയ മുഹൂർത്തങ്ങൾ ഏതുമാകട്ടെ, എല്ലാം ഒരു കുടക്കീഴിൽ മിതമായ നിരക്കിൽ. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്റേഴ്സ്, പത്തനാപുരം. Catering service. We cater for all occasions. Elegant Events, SBT ATM സമീപം, KO Abraham Building, പത്തനാപുരം. Phone 99476970. AR College of Engineering and Technology near Kuttalam, Tamil Nadu. AICTE approved, affiliated to Anna University, Chennai. Courses offered: UG courses, BE Mechatronics, BE Civil Engineering, BE Computer Science and Engineering, BE Electronics and Communication Engineering, BE Mechanical Engineering, BE Electrical and Electronics Engineering, BE Automobile Engineering. PG courses: ME Applied Electronics, ME Computer Science and Engineering, ME Power Electronics, ME Structural Engineering, ME Computer Aided Design. For admission contact AR Information Center, Chowk Road, Punalur. Phone 9562023444. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ. പുനലൂർ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. എല്ലാവിധ ബ്രാൻഡഡ് കമ്പനികളുടെയും വിപുലമായ ശേഖരം. ബ്രാൻഡഡ് കമ്പനികളുടെ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ഐറ്റംസ്, സാനിറ്ററികൾ, ലൈറ്റ് ഫിറ്റിംഗ്സ്, ഫാൻസി ലൈറ്റുകൾ, ന്യൂ ജനറേഷൻ LED ലൈറ്റുകൾ എന്നിവ മിതമായ നിരക്കിൽ ഇവിടെ നിന്നും ലഭിക്കുന്നു. ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. സേവ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ. ശ്രീവിനായക ഫിസിയോതെറാപ്പി സെന്റർ, സർക്കിൾ ഓഫീസിന് സമീപം, മാർക്കറ്റ് ജംഗ്ഷൻ, അഞ്ചൽ. വാദം, നട്ടല്, ഞരമ്പ്, അസ്ഥി എന്നിവ സംബന്ധിച്ച രോഗങ്ങൾ, കുട്ടികൾക്ക് ജന്മനാ ഉണ്ടാകുന്ന അംഗവൈകല്യം എന്നിവയ്ക്ക് ആധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടെ വിദഗ്ധമായ ഫിസിയോതെറാപ്പി ചികിത്സ നൽകുന്നു. പ്ലേറ്റ്, സ്ക്രൂ എന്നിവ ഇട്ടതിനു ശേഷം സന്ധികൾക്ക് വഴക്കമുണ്ടാകാനുള്ള ചികിത്സ നൽകുന്നു. ശ്രീവിനായക, എ കംപ്ലീറ്റ് ഫിസിയോതെറാപ്പി സെന്റർ. ഫോൺ 9495042901. വെറൈറ്റി ലേഡീസ് കളക്ഷൻസിന്റെ നവീകരിച്ച ഷോറൂം പുനലൂർ SBTക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മാച്ചിങ് മാല, വള, കമ്മൽ, ഹെയർ ക്ലിപ്പ് എന്നിവയ്ക്കും ഇവിടെ പ്രത്യേക സെലക്ഷൻസ് ഒരുക്കിയിരിക്കുന്നു. ഷഹനാസ്, ലാക്മി, ഐറ്റക്സ് ഡാസ്ലർ, മെബ്ലിൻ, ലോറിയൽ, ലോട്ടസ്, റെവലോൺ കൂടാതെ നിരവധി പ്രമുഖ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ, കൂടാതെ ലേഡീസ് ബാഗുകൾ, പേഴ്സുകൾ, ക്ലേഷ് ബാഗുകൾ, ഗിഫ്റ്റ് ടോയ്സ്, ഫ്ലവേഴ്സ്, ക്ലേഷ് ഐറ്റംസ്, ചുരിദാർ മെറ്റീരിയൽസ്, ബ്രൈഡൽ കളക്ഷൻസ്, ഡാൻസ് ഓർണമെന്റ്സ്, ഭരതനാട്യം സെറ്റ് എന്നിവയും ഇവിടെ ലഭ്യമാണ്. എല്ലാ ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നതിനാൽ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു. വെറൈറ്റി ലേഡീസ് കളക്ഷൻസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പുനലൂർ. മഹത്തായ 30ാം വർഷത്തിലേക്ക് വെക്കേഷൻ ക്ലാസുകൾ 8, 9, 10 സ്റ്റേറ്റ് ആൻഡ് CBSE ഗോയിങ് ക്ലാസുകൾ, +1, +2 ട്യൂഷൻ ക്ലാസുകൾ 20/4/2015 ആരംഭിക്കുന്നു. മറ്റു ക്ലാസുകൾ +1, +2, BA, BCom, MA ആൻഡ് MCom. ഞങ്ങളുടെ പ്രത്യേകതകൾ: അഡ്മിഷൻ രക്ഷകർത്താക്കളുടെ സാന്നിധ്യത്തിൽ മാത്രം. കുട്ടികൾക്ക് യൂണിഫോം, തിരിച്ചറിയൽ കാർഡ് എന്നിവ. KSRTC സ്വകാര്യ ബസ്സുകളിൽ കൺസെഷൻ. SC, ST, OBC വിദ്യാർത്ഥികൾക്ക് ഫീസ് ആനുകൂല്യം. കോളേജ് ഓഫ് കൊമേഴ്സ്, പുനലൂർ. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സംഗീത. പ്രധാന വാർത്തകൾ.
നവജാത ശിശുവിന്റെ മൃതദേഹം വീടിനുള്ളിൽ മറവു ചെയ്തു. അഞ്ചൽ പാണയം IHDP കോളനിയിൽ രാജീവ് സോമലത ദമ്പതികളുടെ 15 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിന്റെ മൃതദേഹമാണ് വീടിനുള്ളിൽ മറവു ചെയ്തത്. നെടുമ്പാറ മാമ്പഴത്തറ റോഡിന് പ്രധാനമന്ത്രി ഗ്രാമീൺ സഡക് യോജന പദ്ധതിയുടെ അംഗീകാരം. പദ്ധതി നടപ്പിലാകുന്നതോടെ ദേശീയപാതയ്ക്ക് സമാന്തര പാതയായി ഈ പാത മാറും. പുനലൂർ MLA റോഡിൽ 2 ആഴ്ചയായി കാർ ഉപേക്ഷിച്ച നിലയിൽ ദുരൂഹ സാഹചര്യത്തിൽ കാർ കാണപ്പെട്ട സംഭവത്തിൽ നാട്ടുകാർ പുനലൂർ പോലീസിൽ വിവരമറിയിച്ചു. വാർത്തകൾ വിശദമായി. നവജാത ശിശുവിന്റെ മൃതദേഹം വീടിനുള്ളിൽ മറവു ചെയ്തു. അഞ്ചൽ പാണയം IHDP കോളനിയിൽ രാജീവ് സോമലത ദമ്പതികളുടെ 15 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിന്റെ മൃതദേഹമാണ് വീടിനുള്ളിൽ മറവു ചെയ്തത്. ഏരൂർ ഗ്രാമപഞ്ചായത്തിലെ 16-ാം വാർഡിലാണ് കോളനി സ്ഥിതി ചെയ്യുന്നത്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് സംഭവം നടന്നത്. കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിലാണ് ശോഭന നവജാത ശിശുവിന് ജന്മം നൽകിയത്. ജനന സമയത്ത് തന്നെ കുട്ടിക്ക് ഹൃദയ സംബന്ധമായ ചില പ്രശ്നങ്ങൾ ഉണ്ടെന്നും വിദഗ്ധ ചികിത്സ നൽകണമെന്നും ഡോക്ടർമാർ പറഞ്ഞിരുന്നു. തുടർന്ന് 4 ദിവസം കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞ ഇവർ തിരികെ പാണയത്തുള്ള വീട്ടിലെത്തിയെങ്കിലും കുട്ടിക്ക് ശാരീരികമായ അസ്വസ്ഥതകൾ ഉള്ളതായി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് തിരുവനന്തപുരം SIT ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. അവിടെ ചികിത്സയിലിരിക്കെ കൂടുതൽ വിദഗ്ധ ചികിത്സയ്ക്കായി കുട്ടിയെ തിരുവനന്തപുരം ശ്രീത്ര ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയും ചെയ്തു. 2 ദിവസത്തോളം ഇവിടെ ചികിത്സ നടത്തിയെങ്കിലും കഴിഞ്ഞ ബുധനാഴ്ച വൈകുന്നേരം കുട്ടി മരിച്ചു. IHDP കോളനിയിൽ സ്ഥിരതാമസക്കാരായ ഇവർക്ക് സ്വന്തമായി 2 സെന്റ് പുരയിടം മാത്രമാണുള്ളത്. ആകെയുള്ള 2 സെന്റ് പുരയിടത്തിൽ വീടും കിണറും കക്കൂസുമാണ് നിർമ്മിച്ചിട്ടുള്ളത്. സ്ഥലമില്ലാത്തതിനാൽ നവജാത ശിശുവിന്റെ മൃതദേഹം വീടിനുള്ളിൽ മറവ് ചെയ്യേണ്ട അവസ്ഥയാണ് ഉണ്ടായത്. ടാപ്പിംഗ് തൊഴിലാളിയായ രാജീവിനൊപ്പം വൃദ്ധരായ മാതാപിതാക്കളും ഭാര്യയും 1 വയസ്സ് മാത്രം പ്രായമുള്ള മകനും ഈ ചെറിയ വീട്ടിലാണ് താമസിക്കുന്നത്. സംഭവം വലിയ വാർത്തയായിട്ടും ജനപ്രതിനിധികളോ മറ്റ് ബന്ധപ്പെട്ട അധികൃതരോ സ്ഥലം സന്ദർശിച്ചിട്ടില്ല എന്നതും കോളനി നിവാസികളുടെ പ്രതിഷേധത്തിനിടയാക്കിയിരിക്കുകയാണ്. ഏരൂർ ഗ്രാമപഞ്ചായത്തിൽ അടിയന്തരമായി പൊതുശ്മശാനം നിർമ്മിക്കണമെന്നും അല്ലാത്തപക്ഷം വൻ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്നും വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് സലീം മൂലയിൽ, സോളിഡാരിറ്റി ജില്ലാ പ്രസിഡന്റ് ഷെഫീഖ് ചോഴിയക്കോട് എന്നിവർ അഭിപ്രായപ്പെട്ടു. ഏരൂർ പഞ്ചായത്തിൽ എത്രയും പെട്ടെന്ന് ഒരു പൊതു ശ്മശാനം സ്ഥാപിക്കേണ്ടതുണ്ട്. അത്തരം പരിപാടിയുമായി അധികാരികൾ മുന്നോട്ട് പോയില്ലെങ്കിൽ വെൽഫെയർ പാർട്ടി ശക്തമായ സമരവുമായി മുന്നോട്ട് പോകും. ഒരു വീട്ടിന്റെ വാരാന്ത പൊളിച്ച് ഒരു പിഞ്ചു കുഞ്ഞിന്റെ ശവമടക്കേണ്ടി വരുന്ന ഗതികേട് ഇവിടുത്തെ MLAയുടെ സ്വന്തം പഞ്ചായത്താണത്. മുൻ MLAയുടെ സ്വന്തം പഞ്ചായത്താണത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നാടാണിത്. ഈ പഞ്ചായത്ത് ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. ഇവരാരും ഈ മരിച്ച് 3 ദിവസമായിട്ടും ഈ വീട് ഈ അമ്മയ്ക്കോ അല്ലെങ്കിൽ ഈ കുട്ടിയുടെ മാതാവിനോ പിതാവിനോ ഒരു ആശ്വാസം വാക്ക് നൽകുവാൻ ഇവിടെ എത്തിയിട്ടില്ല. ഇത് വളരെ വേദനാജനകമാണ്. നാടിന്റെ ഒരു ദുരന്തമായ അവസ്ഥ തന്നെയാണ്. ഇത് മാറേണ്ടതുണ്ട്. ഉമ്മൻചാണ്ടിയാണ് ഇത്തരം ഈ വിഷയത്തിന് മറുപടി പറയേണ്ടതെന്നാണ് വെൽഫെയർ പാർട്ടിക്ക് പറയുവാനുള്ളത്. കാരണം സർക്കാരിന്റെ ഭൂരഹിത പദ്ധതി അനുസരിച്ച് 3 സെന്റ് ഭൂമിയാണ് സർക്കാർ ഭൂരഹിതർക്ക് നൽകുന്നത്. ഈ 3 സെന്റ് ഭൂമിയിൽ ഇവിടെ 2 സെന്റാണ് ഇവിടെ ഉള്ളത്. ഈ 2 സെന്റ് ഭൂമിയിൽ 2 മുറിയും ഒരു വരാന്തയും കഴിഞ്ഞാൽ അവരെന്താണ് ചെയ്യുന്നത്? കുഞ്ഞിന്റെ ശവമടക്കിയിട്ട് അതിന്റെ തലക്കൽ അതിന് മൂത്ത കുട്ടിയെ ഉറക്കുകയും അതിന് മുമ്പിലിരുന്ന് പാചകം ചെയ്യേണ്ടി വരുന്ന ഒരു ഗതികേടിലാണ് ഇതുള്ളത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ജനപ്രതിനിധികൾ, ഇവിടുത്തെ MLA K. രാജു, ex-MLA PS സുബാല്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജയമോഹൻ തുടങ്ങി കോൺഗ്രസിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ എത്രയും പെട്ടെന്ന് ഇവിടെ വരികയും ഇവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുകയും നടപടി സ്വീകരിക്കുകയും ചെയ്യണമെന്നാണ് വെൽഫെയർ പാർട്ടിക്ക് ആവശ്യപ്പെടാനുള്ളത്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. യൂത്ത് കോൺഗ്രസ് നേതാവ് സന്തോഷ് മുള്ളുമലയെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചവരെ പോലീസ് ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് യൂത്ത് കോൺഗ്രസ് പത്തനാപുരം നിയോജകമണ്ഡലം പ്രസിഡന്റ് MS പ്രദീപ് കുമാർ. CPMന്റെ അക്രമ രാഷ്ട്രീയത്തിനുള്ള ഉദാഹരണമാണ് ഈ സംഭവമെന്നും യൂത്ത് കോൺഗ്രസ് നേതാവ്. അക്രമി സംഘത്തെ സംരക്ഷിക്കുന്ന CPMന്റെയും DYFIയുടെയും നിലപാട് ആക്ഷേപകരമാണെന്നും അക്രമങ്ങളെ CPM പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള തെളിവ് കൂടിയാണ് യൂത്ത് കോൺഗ്രസ് നേതാവിന് നേരെയുള്ള വധശ്രമമെന്നും യൂത്ത് കോൺഗ്രസ് നേതാവ് ആരോപിച്ചു. ഇതിനോടകം തന്നെ DYFIയുടെ പല നേതാക്കന്മാരും ഈ പ്രതിക്ക് വേണ്ടി, ഈ ഗുണ്ടകൾക്ക് വേണ്ടി പോലീസ് സ്റ്റേഷനിൽ സമീപിച്ചിരിക്കുകയാണ്. DYFIക്കാർ, CPMകാർ അവരെ പ്രൊട്ടക്ട് ചെയ്യുവാണെങ്കിൽ അത് ജനങ്ങളോട് ചെയ്യുന്ന വഞ്ചനയാണ്. ഇത്തരത്തിലുള്ള ഗുണ്ടായിസത്തിനെ പ്രൊട്ടക്ട് ചെയ്താൽ യൂത്ത് കോൺഗ്രസ് അനുവദിക്കത്തില്ല. ശക്തമായ സമര പരിപാടികൾ ഇനി അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ സ്റ്റേഷൻ മുമ്പാകെ ഉണ്ടാവും. പ്രതികളെ ഉടൻ പിടികൂടിയില്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് ഉൾപ്പെടെയുള്ള സമര പരിപാടികൾ നടത്തുമെന്നും MS പ്രദീപ് കുമാർ പറഞ്ഞു. സന്തോഷ് മുള്ളുമലയെ ആക്രമിച്ച സംഭവത്തിൽ പോലീസ് ഇതിനോടകം തന്നെ പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടില്ല. ഇനിയും അറസ്റ്റ് ചെയ്യാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുവാൻ യൂത്ത് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുകയാണ്. അപകടകരമായ രീതിയിൽ KSRTC ബസ് ഓടിച്ചത് ചോദ്യം ചെയ്തതിന് യൂത്ത് കോൺഗ്രസ് പിറവന്തൂർ മണ്ഡലം വൈസ് പ്രസിഡന്റ് സന്തോഷ് മുള്ളുമലയെ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് 4 അംഗ സംഘം മർദ്ദിച്ച് അവശനാക്കിയത്. സന്തോഷ് ഇപ്പോൾ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.
കേരള മുസ്ലിം ജമാഅത്ത് ഫെഡറേഷൻ പുനലൂർ താലൂക്ക് ഓഫീസിന്റെ ഉദ്ഘാടനം സംഘടിപ്പിച്ചു. ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് കടക്കൽ അബ്ദുൾ അസീസ് മൗലവി ഓഫീസ് ഉദ്ഘാടനം നിർവഹിച്ചു. ആംബുലൻസ് ഇതിന് ഈ താലൂക്കിന്റെ ആഭിമുഖ്യത്തിൽ ഒന്ന് ഉണ്ടാകണം. പിന്നെ നമ്മൾ ഈ മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു ക്ലാസുകൾ നടത്തേണ്ടതുണ്ട്. വിവാഹം നടന്ന് 2 മാസം കഴിയുന്നതിനും 3 മാസം കഴിയുന്നതിനും മുമ്പ് പല ജമാഅത്തുകളും പല വിവാഹിതരും വേർപെടുന്ന ഒരു സ്വഭാവമാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമ്മുടെ കൗൺസിലിംഗ് നടത്തണം. വിവാഹം ഓരോ താലൂക്കുകളിലും ആഴ്ചയിൽ ഒരിക്കൽ അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും കൗൺസിൽ നടത്തണം. നമ്മുടെ താലൂക്കിലുള്ള ആരൊക്കെ വിവാഹിതരാകാൻ പോകുന്നോ അവരെയും പെണ്ണും ആണും അവരെയും അവരുടെ കുടുംബാദികളെയും കൂട്ടി എല്ലാ ജമാഅത്തുകളെയും കൂട്ടി ഇങ്ങനെ ഭർത്താവിനുള്ള കടപ്പാട് ഭാര്യയ്ക്കുള്ള കടപ്പാട് ഭർത്താവിന്, അങ്ങനെ ആ കടപ്പാടുകളെ കുറിച്ച് നമ്മൾ ക്ലാസ് എടുക്കണം, ബോധവൽക്കരിക്കണം. അത് വളരെ അത്യാവശ്യമാണ്. ഇത്യാദി കാര്യങ്ങൾ. പുനലൂർ താലൂക്ക് ആശുപത്രിക്ക് സമീപമുള്ള മുസ്ലിം ജമാഅത്ത് വക കെട്ടിടത്തിലാണ് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത്. പുനലൂരിലെ ദീനി സംഘടനയുടെ ചിരകാല സ്വപ്നമായിരുന്നു താലൂക്ക് ആസ്ഥാനമായി ഓഫീസ് വേണമെന്നുള്ളത്. ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുടെ പോഷക സംഘടനയുടെ പ്രവർത്തനങ്ങൾ ഊർജ്ജസ്വലമാക്കുന്നതിനു വേണ്ടിയാണ് പ്രധാനമായും ഓഫീസ് ആരംഭിച്ചിട്ടുള്ളത്. ഉദ്ഘാടന സമ്മേളനത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി KP മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് SC സഞ്ജയ് ഖാൻ മുഖ്യപ്രഭാഷണം നടത്തി. ഫെഡറേഷൻ നേതാക്കളായ കുളത്തൂപ്പുഴ സലീം, KK റഷീദ്, EJ സലീം, ഹാജി പുനലൂർ, സലീം രാജ്, MM ജലീൽ, സഞ്ജു ബുഖാരി, AA ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. നെടുമ്പാറ മാമ്പഴത്തറ റോഡിന് പ്രധാനമന്ത്രി ഗ്രാമീൺ സഡക് യോജന പദ്ധതിയുടെ അംഗീകാരം. പദ്ധതി നടപ്പിലാകുന്നതോടെ ദേശീയപാതയ്ക്ക് സമാന്തര പാതയായി ഈ റോഡ് മാറും. ഇക്കഴിഞ്ഞ ജനുവരിയിലാണ് റോഡിനായുള്ള അപേക്ഷ ലഭിച്ചത്. പരിശോധനയ്ക്ക് ശേഷം റോഡ് നിർമ്മാണത്തിന്റെ എസ്റ്റിമേറ്റ് അംഗീകാരത്തിനായി അയക്കേണ്ടതുണ്ടെന്നും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സിനിൽ ലാൽ പറഞ്ഞു. ഈ റോഡ് നമ്മൾ ഇൻസ്പെക്ട് ചെയ്തിട്ട് ഇതിന്റെ ഒരു ഏജൻസി ഉണ്ട്, എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിനായിട്ട് ഡൽഹി ബേസ്ഡ് ഏജൻസി ഉണ്ട്. ഏജൻസി വന്നിട്ട് വീണ്ടും ഡീറ്റെയിൽഡ് സർവേ നടത്തി ഇതിൻ്റെ DPR തയ്യാറാക്കി അപ്രൂവലിനായിട്ട് അയച്ചിട്ട് സാങ്ഷനായി വന്നതിന് ശേഷം ഇതിൻ്റെ പ്രവൃത്തികൾ നടത്തുന്നതായിരിക്കും. നെടുമ്പാറ മുതൽ മാമ്പഴത്തറ വരെയുള്ള 10 കിലോമീറ്റർ റോഡ് ടാറിംഗ് ചെയ്യാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. പദ്ധതി നടപ്പിലാകുന്നതോടെ ദേശീയപാതയ്ക്ക് സമാന്തര പാതയായി ഈ റോഡ് മാറും. പ്രദേശവാസികളുടെ നീണ്ടകാല സ്വപ്നമാണ് പദ്ധതിയിലൂടെ നടപ്പിലാകുന്നത്. പാതയുടെ നവീകരണത്തെ ചൊല്ലി നിരവധി വാർത്തകളും സമരങ്ങളും ഉയർന്നു വന്നിരുന്നു. ഏറിയ പങ്കും ഹാരിസൺ മലയാളം പ്ലാന്റേഷൻസിലൂടെ കടന്നുപോകുന്ന പാതയ്ക്ക് വനമേഖലയിൽ കടന്നുപോകുന്നതിന് അനുമതി ലഭിക്കാതിരുന്നത് മൂലം തദ്ദേശ ജില്ലാ സംസ്ഥാന ഭരണകൂടങ്ങൾക്ക് റോഡിന്റെ നവീകരണം സാധ്യമായിരുന്നില്ല. തുടർന്ന് പ്രധാനമന്ത്രി ഗ്രാമീൺ സഡക് യോജന പദ്ധതിക്ക് വനംവകുപ്പിന്റെ അംഗീകാരം വേണ്ടതില്ല എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് കൊല്ലം MP NK പ്രേമചന്ദ്രൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ശ്രമം നടന്നത്. പദ്ധതി നടപ്പിലായാൽ ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച വികസന പ്രവർത്തനങ്ങളിൽ ഒന്നാകും ഇതെന്ന് പരിശോധനയിൽ പങ്കെടുത്ത പുനലൂർ MLA അഡ്വക്കേറ്റ് K രാജു പറഞ്ഞു. ഏതാണ്ട് 10 കിലോമീറ്ററോളം ദൂരം വരുന്ന ആ റോഡ് PMGSY സ്കീമിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്നതിനുള്ള ആദ്യ നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി പ്രപ്പോസൽ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. തുടർന്ന് ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് തയ്യാറാക്കി അയക്കണം. ആ ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് തയ്യാറാക്കുന്നതിൻ്റെ ഭാഗമായി റോഡ് കാണുന്നതിനും അതുപോലെ റോഡിൻ്റെ ഫീസിബിലിറ്റിയെ സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നതിനുമൊക്കെ വേണ്ടി ഈ പോവർട്ടി അലിവേഷൻ യൂണിറ്റ് കൊല്ലം Eയും AXയും Aയും അടക്കമുള്ള ഉദ്യോഗസ്ഥ സംഘം ഇവിടെ വന്നിട്ടുണ്ട്. ബൈപ്പാസ് പോലെ ഉപയോഗിക്കാവുന്ന ഒരു റോഡാണിത്. ഇവിടെ കഴുതുരുട്ടിയിൽ നിന്ന് പുനലൂർ വരെയുള്ള ഭാഗത്ത് റോഡിന് എന്തെങ്കിലും ആ NHൽ എന്തെങ്കിലും തടസ്സം വന്നാൽ കഴുതുരുട്ടിയിൽ നിന്ന് നെടുമ്പാറ വഴി, നാഗമല വഴി, കുറവന്താവളം വഴി അലിമുക്ക് അതിലെത്തിച്ചേരാനുള്ള വഴിയുണ്ട്. അപ്പോൾ ഇതൊരു ബൈപ്പാസായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. മാത്രമല്ല 2 പ്രധാനപ്പെട്ട റോഡുകൾ, പുനലൂർ മൂവാറ്റുപുഴ റോഡും അതുപോലെ തന്നെ നമ്മുടെ നാഷണൽ ഹൈവേയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മലയോര റോഡാണ്. ഈ മേഖലയുടെ വികസനത്തിനും ഇത് വളരെ ആവശ്യമായിട്ടുള്ള സംഗതിയാണ്. എന്നാൽ നേരത്തെ പദ്ധതി ഇലക്ഷൻ സ്റ്റണ്ടാണെന്ന് പൊതുവേദിയിൽ ഉൾപ്പെടെ MLA പ്രതികരിച്ചിരുന്നു. ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ MLAയുടെ പ്രതികരണം ഇതായിരുന്നു. എല്ലാരും കൂടെ യോജിച്ചല്ലേ. പരിശോധനയിൽ PMGSY എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സിനിൽ ലാൽ, പുനലൂർ MLA അഡ്വക്കേറ്റ് K രാജു, ജനപ്രതിനിധികളായ അഡ്വക്കേറ്റ് S സഞ്ജയ് ഖാൻ, AT ഫിലിപ്പ്, B അശോക് കുമാർ, സിബിൽ ബാബു, PMGSY അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മിത, അസിസ്റ്റന്റ് എഞ്ചിനീയർ ഗ്രീഷ്മ, പൊതുപ്രവർത്തകനായ മാമ്പഴത്തറ ചന്ദ്രശേഖരൻ, H അബ്ദുൾ ഖാദർ, ഇടമൺ റജി, രഘുനാഥ്, I മൻസൂർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തെന്മല.
അഞ്ചലിൽ അമിത വേഗതയിലെത്തിയ ബൈക്ക് കാറിലിടിച്ച് ബൈക്ക് യാത്രികന് ഗുരുതര പരിക്ക്. പുത്തയം കുഴിയന്തളം സ്വദേശി അസീമിനാണ് പരിക്കേറ്റത്. വെഞ്ഞാറമൂട്ടിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അസീം ചികിത്സയിലാണിപ്പോൾ. കഴിഞ്ഞ ദിവസം ഉച്ചകഴിഞ്ഞ് 2:30 അഞ്ചലായൂർ റൂട്ടിൽ പനച്ചുവിള ജംഗ്ഷന് സമീപമാണ് സംഭവം. അപകടത്തിൽ ബൈക്ക് പൂർണ്ണമായും തകർന്നു. കാറിന്റെ മുൻഭാഗവും തകർന്നിട്ടുണ്ട്. അസീമിന്റെ പുതിയ വീടിന്റെ പാലുകാച്ച ചടങ്ങ് കഴിഞ്ഞ ദിവസമായിരുന്നു. ചടങ്ങുമായി ബന്ധപ്പെട്ട ആവശ്യത്തിനായി കൊല്ലത്ത് പോയി മടങ്ങുമ്പോഴാണ് അപകടമുണ്ടായത്. സംഭവത്തെ തുടർന്ന് അഞ്ചൽ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. വാഹനങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പവിത്രം ജുവലേഴ്സ്. ട്രഡീഷണൽ ഓർണമെന്റ്സിനൊപ്പം ട്രെൻഡി ഫാഷൻ ഡിസൈനർ കളക്ഷൻസ്. കല്യാണ അവസരങ്ങളിൽ നിങ്ങൾ കണിഞ്ഞൊരുങ്ങുവാൻ മോഡേൺ ഫാഷൻ വെഡിംഗ് ജ്വല്ലറി, കൂടാതെ നിങ്ങളെ പ്രൗഢയാക്കുന്ന ന്യൂ അറൈവൽ പാർട്ടി വെയർ, എലഗന്റ് എത്നിക് കളക്ഷൻസ്, പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പുനലൂർ. കിങ്സ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, പുനലൂർ. ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും ഏറ്റവും അധികം തൊഴിൽ അവസരങ്ങളുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ, സ്കാനിംഗ്, റേഡിയോഗ്രാഫി, എക്സ്റേ ടെക്നീഷ്യൻ, ECG ടെക്നീഷ്യൻ, മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ, നഴ്സിംഗ് മുതലായ കോഴ്സുകൾ. മിതമായ ഫീസ് നിരക്കുകൾ തവണകളായി അടയ്ക്കാം. സാമ്പത്തിക പിന്നോക്കക്കാർക്ക് ഫീസ് ഇളവുകൾ. ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയും പരിചയസമ്പത്തുമുള്ള അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ. സമ്പൂർണ്ണ പ്രാക്ടിക്കൽ സൗകര്യം. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യം. അഡ്മിഷൻ തുടരുന്നു. കിങ്സ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, പുനലൂർ. റെഡ് ക്രോസ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. മൊബൈൽ 9442555870. ഭാരത് കണ്ണാശുപത്രി, കൃഷ്ണൻ കോവിലിന് എതിർവശം, പുനലൂർ. ഞങ്ങളുടെ സേവനങ്ങൾ ജനറൽ ഒഫ്താൽമോളജി, തിമിര ശസ്ത്രക്രിയ, ഗ്ലൈക്കോമ, കോർണിയ, ഡയബറ്റിക് റെറ്റിനോപ്പതി, പീഡിയാട്രിക് ഒഫ്താൽമോളജി, ലോ വിഷൻ, റിഫ്രാക്ഷൻ സർവീസ്, കോൺടാക്ട് ലെൻസ്, മെഡിക്കൽ റെറ്റിന, ഓർബിറ്റ് ആൻഡ് ഒക്ലോപ്ലസി, ക്ലിനിക്കൽ ലബോറട്ടറി, ലേസർ സർവീസ്, ഒപ്റ്റിക്കൽസ് ആൻഡ് കമ്മ്യൂണിറ്റി ഒഫ്താൽമോളജി. ദിവസേന വേദനരഹിത, തുന്നൽരഹിത, രക്തരഹിത തിമിര ശസ്ത്രക്രിയകൾ ആശുപത്രിവാസമില്ലാതെ മിതമായ നിരക്കിൽ ചെയ്യപ്പെടുന്ന പുനലൂരിലെ ഏക സ്ഥാപനം. ഫോൺ 8891949693. സ്റ്റൈൽ ബാത്ത്. സ്റ്റൈൽ ബാത്ത്. Classy sanitary wears. From the house of luxury sanitary wears, Style Bath, കൊട്ടാരക്കര, ആയൂർ, പുനലൂർ. സ്വപ്ന വസ്ത്രങ്ങളുടെ പരവതാനി വിരിച്ച് ആധുനികം മുതൽ പരമ്പരാഗതം വരെയുള്ള ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുവാൻ ജോസ് ടെക്സ്റ്റൈൽസ്, വാൻ ഹ്യൂസൺ, ലൂയി ഫിലിപ്പ്, സീറോ, പാർക്കർ, പാൻ അമേരിക്ക, പീറ്റർ ഇംഗ്ലണ്ട്, സിട്രസ്, രാംരാജ്, ലിവിൻ ട്രൗസേഴ്സ്, യൗവൻ ചുരിദാർ മെറ്റീരിയൽസ്, ബേബി കെയർ പ്രോഡക്ട്സ് എന്നിവ. ജോസ് ടെക്സ്റ്റൈൽസ്, PO ജംഗ്ഷൻ, പുനലൂർ. പരുത്തിപ്പാറ, തിരുവനന്തപുരം. ഫോൺ 0471-254-5858. പ്രസിഡൻസി കോളേജ് കോമേഴ്സ് ക്ലാസുകൾക്ക് മാത്രമായി പുനലൂർ പട്ടണത്തിൽ പ്രവർത്തിക്കുന്ന ഏക സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനമാണ് പ്രസിഡൻസി കോളേജ്. പുനലൂരിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ആദ്യമായി കേരള യൂണിവേഴ്സിറ്റി BCom പരീക്ഷയിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ പ്രസിഡൻസി കോളേജ്. ഞങ്ങളുടെ ക്ലാസുകൾ +1, +2, ട്യൂഷൻ ആൻഡ് ഓപ്പൺ സ്കൂൾ, BCom, MCom, MBA, ട്യൂഷൻ ആൻഡ് പാരലൽ. പ്രസിഡൻസി കോളേജ് ഗവൺമെന്റ് ഹൈസ്കൂളിന് എതിർവശം, MJ ആർക്കേഡ്, പുനലൂർ. ഫോൺ 9447154898. പെൺമനസ്സിനെ തൊട്ടുതഴുകുന്ന അതിവിശാലമായ ബ്രൈഡൽ കളക്ഷൻ. സംഗീതമൊഴുകുന്ന ശ്രുതിമാധുര്യത്തോടെ കനകവർണ്ണത്തിൽ ചാലിച്ചെഴുതിയ സ്വപ്നചിത്രം ഇനി നിങ്ങൾക്കും സ്വന്തം. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ 916 BIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ. ആഘോഷവേളകളെ അവിസ്മരണീയമാക്കുവാൻ ഏറ്റവും പുതിയ ഡയമണ്ട് കളക്ഷൻസ്. ഇടിമണ്ണിക്കൽ സ്വർണം വാങ്ങൂ, അതാ ബുദ്ധി. ഇടിമണ്ണിക്കൽ ഫാഷൻ ജ്വല്ലറി, പുനലൂർ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, റാന്നി, മുക്കോട്ടുത്തറ,
ചിറ്റാർ. സെന്റ് മറിയം പോളിടെക്നിക് കോളേജ് ആലക്കുളം തെങ്കാശി. തെങ്കാശി തിരുനെൽവേലി പ്രധാന പാതയ്ക്ക് സമീപം ശാന്തസുന്ദരമായ അന്തരീക്ഷത്തിൽ സാങ്കേതിക വിദ്യാഭ്യാസത്തിന്റെ പൂർണ്ണതയായി സെന്റ് മറിയം പോളിടെക്നിക് കോളേജ്, ദ പെർഫെക്റ്റ് ന്യൂ ജനറേഷൻ പോളിടെക്നിക് കോളേജ്. Canteen facility, special coaching for campus interviews. We give 8 diploma level courses: diploma in civil engineering, mechanical engineering, electrical and electronics engineering, electronics and communication engineering, computer engineering, automobile engineering, marine engineering and instrumentation and control engineering. Library, scholarship for well-scored students, Malayali management, Kerala food, 100% placement and transport facilities. St. Mariam Polytechnic College, Alamkulam, Tengashi. KSU ചടയമംഗലം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കടയ്ക്കൽ പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. നരേന്ദ്രമോദി സർക്കാർ വിദ്യാഭ്യാസ മേഖലയിൽ കാവ്യവൽക്കരണം നടത്തുന്നതെന്ന് ആരോപിച്ചായിരുന്നു മാർച്ച്. വിദ്യാഭ്യാസ മേഖലയിൽ മോദി സർക്കാർ കാവ്യവൽക്കരണം നടത്തുന്നു എന്നാരോപിച്ചാണ് മാർച്ച് സംഘടിപ്പിച്ചത്. UDF ചടയമംഗലം നിയോജക മണ്ഡലം ചെയർമാനും ചിതറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ S. മുരളീധരൻ നായർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. മതേതര രാജ്യമായ ഇന്ത്യയിൽ കേന്ദ്ര സർക്കാർ വിവിധ മേഖലകളിൽ കാവ്യവൽക്കരണം ഏർപ്പെടുത്തുവാൻ ശ്രമിക്കുകയാണെന്നും ഇതിനെ എന്ത് വില കൊടുത്തും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എതിർക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മതേതരത്വ രാജ്യമായ ഇന്ത്യക്ക് മതേതരത്തിന് ഭീഷണിയാവുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് വിദ്യാഭ്യാസത്തെ കാവ്യവൽക്കരിക്കുവാൻ ശ്രമിച്ചതിന്റെ ഭാഗമായിട്ട് എന്ത് വില കൊടുത്തും കാവ്യവൽക്കരണത്തിനെ എതിർക്കുമെന്ന് ഊർജ്ജസ്വലമായി പ്രഖ്യാപിച്ചുകൊണ്ട് സമരരംഗത്തേക്ക് വന്ന KSUവിന്റെ ചെറുപ്പക്കാരായ ചുണക്കുട്ടന്മാരായ മതേതരത്വ വിശ്വാസികളായ ചെറുപ്പക്കാരെ ആദ്യമായി ഞാൻ അഭിനന്ദിക്കുന്നു. നമ്മുടെ കണ്ണിലെ കൃഷ്ണമണി പോലെ ഇന്ത്യൻ ജനത കാത്തു സൂക്ഷിച്ചിരുന്ന ഒരു പ്രവണതയാണ് മതേതരത്വം എന്നുള്ളത്. 64 വർഷമായി ഈ രാജ്യത്ത് മതേതരത്വത്തിന് ഒരു കോട്ടവും സംഭവിക്കാതെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതിന്റെ സമുന്നതരായ നേതാക്കന്മാരും ഭരിച്ചിരുന്ന കാലഘട്ടമാണെന്ന് നിങ്ങൾ ഓർമ്മിക്കണം. KSU ചിതറ മണ്ഡലം സെക്രട്ടറി ഫഹദ് അധ്യക്ഷനായിരുന്നു. KSU നിയോജക മണ്ഡലം പ്രസിഡന്റ് അഖിൽ ഭാർഗവ് സ്വാഗതം പറഞ്ഞു. മാർച്ചിന് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് RC അജീഷ്, NSUI ദേശീയ സമിതി അംഗം അഭിലാഷ് ചിതറ, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി മുഹമ്മദ് ഹസൻ, AS അൻസാരി, ഷെരീഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. ഇഞ്ചപ്പള്ളി കമ്പനിയൻ കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് SC സഞ്ജയ് ഖാൻ നിർവഹിച്ചു. 15ഓളം കുടുംബങ്ങൾക്ക് ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും. ഈ ജില്ലയിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഇത്രത്തോളം ജനവിഭാഗങ്ങൾ അധിവസിക്കുന്നുണ്ടെന്നും അവർക്ക് കുടിവെള്ള ക്ഷാമം രൂക്ഷമാണെന്നും മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട സഹോദരങ്ങൾ അധിവസിക്കുന്ന കോളനികളിൽ കുടിവെള്ളം എത്തിക്കുന്നതിന് പ്രൊപ്പോസൽ തന്നാൽ ഗവൺമെന്റുമായി ചേർന്ന് ജില്ലാ പഞ്ചായത്തിന് ഇത്രയധികം തുക അനുവദിച്ച് തരാമെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എസ്റ്റിമേറ്റ് എടുക്കുകയും സമർപ്പിക്കുകയും ചെയ്ത പദ്ധതികളാണ് ഇന്ന് ഇഞ്ചപ്പള്ളി കുടിവെള്ള പദ്ധതിയിലൂടെ യാഥാർത്ഥ്യമാകുന്നത്. തെന്മല ഗ്രാമപഞ്ചായത്തിലെ ചെറുകടവ് വാർഡിൽ ഇഞ്ചപ്പള്ളി കമ്പനിയൻ ഭാഗത്തുള്ള 15ഓളം കുടുംബങ്ങൾക്കാണ് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുന്നത്. പ്രദേശത്ത് അനുഭവപ്പെടുന്ന രൂക്ഷമായ കുടിവെള്ള പ്രശ്നം ജില്ലാ പഞ്ചായത്ത് അംഗത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ പഞ്ചായത്തിന്റെ അംബേദ്കർ കുടിവെള്ള പദ്ധതിയിൽ ഉൾപ്പെടുത്തി 15 ലക്ഷം രൂപയാണ് അനുവദിച്ചത്. ഉദ്ഘാടന ചടങ്ങിൽ വാർഡ് മെമ്പർ C. ചെല്ലപ്പൻ അധ്യക്ഷത വഹിച്ചു. ചാലിയക്കര വാർഡംഗം K. സുരേന്ദ്രൻ സ്വാഗതം പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം B. അശോക് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. INTUC മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് ചെറുകടവ്, KTUC സംസ്ഥാന സെക്രട്ടറി റെജി ജോൺസൺ, BSP മണ്ഡലം നേതാവ് BR പ്രസാദ്, ലെയ്സി അലക്സ്, പ്രസന്നൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ജനമൈത്രി പോലീസിന്റെയും ഭാരതീയ സാംസ്കാരിക വേദിയുടെയും ആഭിമുഖ്യത്തിൽ മുതിർന്ന പൌരന്മാരുടെയും ഒറ്റയ്ക്ക് താമസിക്കുന്നവരുടെയും സംഗമം സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S. ജയമോഹൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. HIV ബാധിതർ 450 പേരുണ്ട്. 450 പേർക്കും ഭക്ഷണവും മരുന്ന് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓട്ടിസം ബാധിതരായിട്ടുള്ള 950 പേരുണ്ട്. അവരെയും സംരക്ഷിക്കുന്നു. പാലിയേറ്റീവ് കെയർ ആവശ്യമായിട്ടുള്ള 11,000 ആൾ നമ്മുടെ ജില്ലയിലുണ്ട്. ശാരീരിക മാനസിക വൈകല്യം നേടുന്ന 40,000 ആളുകളുണ്ട്. അവരുടെയൊക്കെ സംരക്ഷണത്തിന് ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കുമ്പോഴും ഒറ്റയ്ക്ക് താമസിക്കുന്ന അവരുടെ ഒരു പ്രശ്നം ഫലത്തിൽ മനസ്സിലൂടെ കടന്നു പോയിരുന്നില്ലെന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഇന്നിവിടെ വന്നുപെട്ടത് ഇങ്ങനെ ഒറ്റപ്പെട്ട് താമസിക്കുന്ന 10,000 വരുന്ന ആളുകളുടെ സംരക്ഷണത്തിനൊരു പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ട് ഈ മാതൃക
ഈ ജില്ലയിലും കേരളത്തിലും ആകെ ഉൾക്കൊണ്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന തരത്തിൽ തുടർന്നുള്ള നാളുകളിൽ ശക്തമായിട്ടുള്ള ഇടപെടലുകളും തീരുമാനങ്ങളും ഉണ്ടാക്കുന്നതായിരിക്കുമെന്ന കാര്യം പത്തനാപുരം സർക്കിൾ ഇൻസ്പെക്ടർ ആർ ബൈജുകുമാർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ പ്രഥമ ശുശ്രൂഷയിൽ പരിശീലനം നേടിയവർക്ക് KLDC ചെയർമാൻ ബെന്നിക്കക്കാട് ഐഡന്റിറ്റി കാർഡുകൾ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഹരിപ്രകാശ്, ഗിരിജ മോഹൻ, രത്നമ്മ, പത്തനാപുരം SI MG വിനോദ്, അഡ്വക്കേറ്റ് വിജയകുമാർ, തങ്കച്ചൻ, ജനമൈത്രി ബീറ്റ് ഓഫീസർ MM ഷെരീഫ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പത്തനാപുരം കുണ്ടയം യുവജന സമാജം വായനശാലയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ പുരസ്കാരവും പ്രൊഫസർ ആർ വിശ്വനാഥൻ നായർ അനുസ്മരണ സമ്മേളനവും സംഘടിപ്പിച്ചു. പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആശാ ശശിധരൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പത്തനാപുരം കുണ്ടയം യുവജന സമാജം വായനശാലയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ആർ വിശ്വനാഥൻ നായർ അനുസ്മരണം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആശാ ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. പ്രമുഖ നിരൂപകനും കവിയും സാഹിത്യകാരനുമായ ആർ വിശ്വനാഥൻ നായരുടെ വിയോഗം പഴയ തലമുറയുടെ സ്വകാര്യ ദുഃഖമാണെന്ന് ആശാ ശശിധരൻ പറഞ്ഞു. യുവജന സമാജം വായനശാല പ്രസിഡന്റ് ടി അനിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ലതാസി നായർ മുഖ്യപ്രഭാഷണം നടത്തി. പത്തനാപുരം താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി M ജിയാസുദ്ദീൻ, സംസ്ഥാന ലൈബ്രറി കൌൺസിൽ അംഗം അഡ്വക്കേറ്റ് S വേണുഗോപാൽ, കുണ്ടയം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബാബു മാത്യു, ഗ്രാമപഞ്ചായത്ത് അംഗം ഷീജ ഷാനവാസ്, പത്തനാപുരം താലൂക്ക് ലൈബ്രറി കൌൺസിൽ അംഗം B രാജേഷ്, ദേശീയ ഗ്രന്ഥശാല പ്രസിഡന്റ് SM ഷെരീഫ്, M വിഷ്ണു, N ശശിധരൻ, അജ്മൽ ഷാ എന്നിവർ പ്രസംഗിച്ചു. പ്രദേശത്തെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്ന് SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ പുരസ്കാരം നൽകി അനുമോദിച്ചു. പ്രദേശത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുമായി നിരവധി വിദ്യാർത്ഥികളും രക്ഷിതാക്കളുമാണ് ചടങ്ങിൽ പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പുനലൂർ MLA റോഡിൽ 2 ആഴ്ചയായി കാർ ഉപേക്ഷിച്ച നിലയിൽ. ദുരൂഹ സാഹചര്യത്തിൽ കാർ കാണപ്പെട്ട സംഭവത്തിൽ നാട്ടുകാർ പുനലൂർ പോലീസിൽ വിവരമറിയിച്ചു. പുനലൂർ MLA റോഡിൽ കാർ ഉപേക്ഷിച്ച നിലയിൽ. ഷവർലെ ബീറ്റ് കാറാണ് MLA റോഡിൽ മാർജിൻ ഫ്രീ മാർക്കറ്റിന് എതിർവശമായി 2 ആഴ്ചയായി ഉപേക്ഷിച്ച നിലയിൽ നാട്ടുകാർ കണ്ടെത്തിയത്. പുനലൂർ പോലീസിൽ നാട്ടുകാർ വിവരം അറിയിച്ചിട്ടുണ്ട്. സംശയകരമായ സാഹചര്യത്തിൽ കണ്ടെത്തിയ കാർ ദുരൂഹതയുയർത്തുന്നുണ്ട്. KL 25D 4511 നമ്പറിലുള്ള കാറാണ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പത്തനാപുരത്ത് ജനവാസ കേന്ദ്രങ്ങളിൽ അറവ് അവശിഷ്ടങ്ങൾ തള്ളുന്നു. പത്തനാപുരം ഇടത്തറ മേഖലയിൽ ജനജീവിതം ദുസ്സഹം. പത്തനാപുരം ഇടത്തറ മേഖലയിൽ സാമൂഹ്യവിരുദ്ധർ ഇരുട്ടിന്റെ മറവിൽ അറവ് മാലിന്യം തള്ളുന്നു. ഇടത്തറ ജംഗ്ഷനിൽ നിന്നും പാതിരിക്കൽ മേഖലയിലേക്ക് പോകുന്ന ഭാഗത്തെ പാലത്തിന് മുകളിൽ കഴിഞ്ഞ ദിവസം അറവ് മാലിന്യം കാണപ്പെട്ടു. പത്തനാപുരം മേഖലയിൽ അനധികൃത അറവുശാലകൾ പ്രവർത്തിക്കുന്നതിൽ പ്രതിഷേധം ശക്തമാണെങ്കിലും ഒരു നടപടിയും ഉദ്യോഗസ്ഥരുടെയോ ഭരണാധികാരികളുടെയോ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. കഴിഞ്ഞ ദിവസം മാംസവ്യാപാരത്തിനായി ഗർഭിണിയായ പശുവിനെ അറുത്തതിന്റെ തെളിവാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത്. ഗർഭിണി പശുവിനെ അറുത്തുവിറ്റ ശേഷം ഗർഭാവസ്ഥയിലുണ്ടായിരുന്ന കന്നുകുട്ടിയെ ജനവാസ കേന്ദ്രത്തിലെ പ്രധാന പാതയിൽ തള്ളിയിരിക്കുകയാണ്. ജനവാസ കേന്ദ്രങ്ങളിൽ അറവ് മാലിന്യങ്ങൾ തള്ളുന്ന സാമൂഹ്യ വിരുദ്ധർക്കെതിരെ ജനങ്ങൾക്കിടയിൽ പ്രതിഷേധം ശക്തമായിരിക്കുകയാണ്. അനധികൃത അറവുശാലകൾക്കെതിരെയും ഇരുട്ടിന്റെ മറവിൽ പൊതുനിരത്തുകളിലും ജനവാസ കേന്ദ്രങ്ങളിലും അറവ് മാലിന്യങ്ങൾ തള്ളുന്ന സാമൂഹ്യ വിരുദ്ധർക്കെതിരെയും ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഇടത്തറ ഭാഗത്തു തന്നെയുള്ള ഇടത്തറ ജംഗ്ഷനിൽ നിന്ന് ഏതാനും മീറ്റർ മാത്രം അകലെയുള്ള ഈ പാതയിൽ ഇവിടെ തന്നെ ഈ വേസ്റ്റ് നിക്ഷേപിച്ചത് പത്തനാപുരം പഞ്ചായത്തിൽ അനധികൃതമായി നടക്കുന്ന കശാപ്പ് ശാലകൾ ഉള്ള ആളുകളാവും. ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ ബഹുജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് നാട്ടുകാരെ സംഘടിപ്പിച്ചുകൊണ്ട് നടത്തുമെന്നുള്ള കാര്യം വേണ്ടപ്പെട്ട അധികൃതരെ അറിയിക്കുകയാണ്. പല പല അസുഖങ്ങൾ, പല പല രോഗങ്ങൾ റോഡിൽ നാട്ടുകാർക്ക് നടക്കാനോ എടുക്കാനോ ഒന്നും പറ്റുന്നില്ല. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ഈ നിമിഷമായിരുന്നു എന്റെ സ്വപ്നം. ഈ കാഴ്ചയ്ക്കായിരുന്നു എന്റെ കാത്തിരിപ്പ്. ഈ മുഹൂർത്തത്തിനായിരുന്നു ഞങ്ങളുടെ ജീവിതം. ഈ സംഗമത്തിനായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥന. പാലത്ര ഫാഷൻ ജുവലേഴ്സ്, as pure as your love.
പുനലൂർ, ആലപ്പി, പത്തനംതിട്ട, ചേർത്തല, തോപ്പുംപടി ആൻഡ് ഗോൾഡ് സൂക്ക്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ് SBTക്ക് സമീപം മെയിൻ റോഡ് പുനലൂർ. എയർ കണ്ടീഷണറുകൾ, ടെലിവിഷനുകൾ, റെഫ്രിജറേറ്ററുകൾ, മിക്സികൾ, ഗ്യാസ് സ്റ്റവുകൾ, തയ്യൽ മെഷീനുകൾ, ഹോം തിയേറ്ററുകൾ, ഇൻവെർട്ടറുകൾ, ഡിജിറ്റൽ UPSകൾ തുടങ്ങി എല്ലാവിധ ഗൃഹോപകരണങ്ങളും, ലാപ്ടോപ്പ്, സെറ്റ് ടോപ്പ് കമ്പ്യൂട്ടറുകൾ എന്നിവയുടെ വിൽപ്പനയും സർവീസും അഹൂജ, സ്റ്റുഡിയോ മാസ്റ്റർ എന്നീ കമ്പനികളുടെ പബ്ലിക് അഡ്രസ് സിസ്റ്റവും ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങൾ, സ്പെയറുകൾ, കോർ ഓഡിയോ സിസ്റ്റംസ്, കേബിൾ TV ഐറ്റംസ് എന്നിവയും DTH സെയിൽസ് ആൻഡ് റീചാർജിംഗ് സേവനവും ലഭ്യമാണ്. കുറുമ്പേലിൽ സമ്മാന പെരുമഴ ഓഗസ്റ്റ് മുതൽ ഡിസംബർ. എടാ, നിന്നെ പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? ഡയബറ്റിക് റെറ്റിനോപ്പതി മൂലമുണ്ടാകുന്ന കാഴ്ചക്കുറവ് ചികിത്സിച്ച് മാറ്റുക തന്നെ വേണം. അതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ. കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. സെയിന്റ് തോമസ് ഹോസ്പിറ്റൽ, തൂക്കുപാലത്തിന് സമീപം, പുനലൂർ. ഹോമിയോപ്പതി വിഭാഗത്തിൽ ഡോക്ടർ KT തോമസ്, ഡോക്ടർ രഞ്ജിത്ത് തോമസ്. അലോപ്പതി ജനറൽ മെഡിസിൻ വിഭാഗത്തിൽ ഡോക്ടർ VS പോറ്റി, ഡോക്ടർ സിമി രഞ്ജിത്ത് ENT സ്പെഷ്യലിസ്റ്റ്, ജോ ബാബു എന്നിവരും. മദ്യാസക്തിക്കും മാനസിക വൈകാരിക പ്രശ്നങ്ങൾക്കുമായി ഡോക്ടർ പുരുഷോത്തമ ഭട്ട്, ഡോക്ടർ KT തോമസ്. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഷിബുവിന്റെയും സേവനം. അൾട്രാസൗണ്ട്, ഇൻഫ്രാറെഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഫിസിയോതെറാപ്പി വിഭാഗവും. BSSന്റെ കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത നഴ്സിംഗ്, ലാബ്, എക്സ്റേ, ECG ടെക്നീഷ്യൻ, 2 വർഷ പാരാമെഡിക്കൽ കോഴ്സുകളും സെയിന്റ് തോമസ് ഹോസ്പിറ്റൽ, പുനലൂർ. ഫോൺ 222239. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, ടൈൽസ്, പാരിവെയർ, ക്രിസ്റ്റൽ ബാത്ത് ഗാലറി, ഇലക്ട്രിക്കൽ ഗുഡ്സ്, ഫാൻസി ലൈറ്റുകൾ, പാനസോണിക് ACയുടെ അംഗീകൃത ഡീലർ. ഫിനോലിക്സ് പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ്, ആക്സസറീസ്, ക്വിക്ക് സ്റ്റെപ്പ് വുഡൻ ഫ്ലോറിംഗ്, മഹീന്ദ്ര പവർ ഓൾ ജനറേറ്ററുകൾ, ഹാർഡ്വെയർ. ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, പുനലൂർ. ഫോൺ 0475222126. ഡേറ്റാടെക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജി, ശിവൻകോവിൽ റോഡ്, പുനലൂർ. കേരള യൂണിവേഴ്സിറ്റി ലേണേഴ്സ് സപ്പോർട്ട് സെന്ററായ ഡേറ്റാടെക് BBA, BCA, BCom കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BCom കോർപ്പറേഷൻ, BA ഇംഗ്ലീഷ് തുടങ്ങിയ UG കോഴ്സുകൾ, MBA, MCom ഫിനാൻസ്, MA ഇംഗ്ലീഷ് തുടങ്ങിയ PG കോഴ്സുകളിലും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ശാസ്ത്ര സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയിൽ 4 നൂറ്റാണ്ട് പിന്നിടുന്ന പരിചയ സമ്പന്നതയ്ക്കൊപ്പം മികവുറ്റ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം കുറഞ്ഞ ചെലവിൽ എല്ലാവർക്കും. സിവിൽ, മെക്കാനിക്കൽ, ഓട്ടോമൊബൈൽ, ഇലക്ട്രിക്കൽ തുടങ്ങി 3 വർഷ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കോഴ്സുകളിലേക്കും അഡ്മിഷൻ തുടരുന്നു. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യം. ഡേറ്റാടെക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജി, ശിവൻകോവിൽ റോഡ്, പുനലൂർ. KMK ആയുർവേദ കമ്മ്യൂണിറ്റി കോളേജ്, KMK ഹോസ്പിറ്റൽ കോംപ്ലക്സ്, കുന്നിക്കോട് PU, കൊല്ലം. 1 വർഷം കൊണ്ട് ജോലി നേടുവാൻ ആയുർവേദ നഴ്സിംഗ് 62 വർഷത്തെ ചികിത്സാ പാരമ്പര്യമുള്ള ഡോക്ടർ K മൊയ്തീൻ കുഞ്ഞിലബയുടെ മേൽനോട്ടത്തിൽ കുന്നിക്കോട് KMK ആയുർവേദ ആശുപത്രിയിൽ കഴിഞ്ഞ 13 വർഷമായി ആയുർവേദ നഴ്സിംഗ് ആൻഡ് പഞ്ചകർമ്മ കോഴ്സ് നടത്തിവരുന്നു. ഈ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ക്ലാസുകൾ ഉടൻ ആരംഭിക്കുന്നു. കടവിൽ ബാബു ആൻഡ് കമ്പനി, തൊളിക്കോട്, പുനലൂർ. പെട്രോ ടൈൽസ്, എക്സ്റ്റീരിയർ ഡിസൈനർ ടൈൽസ്, പേവിംഗ് ബ്ലോക്സ്, വോൾ ടൈൽ, ഫ്ലോർ ടൈൽ എന്നിവ നിർമ്മിക്കപ്പെടുന്നു. വിവിധ ഡിസൈനുകളിലുള്ള ടൈലുകൾ തിരഞ്ഞെടുക്കാം. ഓളോ ബ്രിക്സ്, കോൺക്രീറ്റ് ബ്ലോക്കുകൾ, ഇഷ്ടിക, മെറ്റൽ, പാറമണൽ, സിമന്റ്, സ്റ്റീൽ, AC ഷീറ്റ്, കമ്പി, പെയിന്റ് ആൻഡ് സാനിറ്ററി, റൂഫിംഗ് ഷീറ്റ്, സെറാമിക് ടൈലുകൾ തുടങ്ങി മേൽത്തരം കമ്പനികളുടെ ഉൽപ്പന്നങ്ങളും മിതമായ നിരക്കിൽ ലഭിക്കുന്നു. കടവിൽ ബാബു ആൻഡ് കമ്പനി, തൊളിക്കോട്, പുനലൂർ. ഫോൺ 0475222636. കെട്ടിട നിർമ്മാണം പൂർത്തിയായി ആഭ്യന്തര വകുപ്പിന്റെ അനുമതി ലഭിച്ചിട്ടും പ്രവർത്തനം ആരംഭിക്കാതെ വളവുപച്ച പോലീസ് സ്റ്റേഷൻ. ധനകാര്യ വകുപ്പിന്റെ കടുംപിടുത്തമാണ് ഉദ്ഘാടനം വൈകാൻ കാരണമെന്നാണ് ആക്ഷേപം. വിസ്തൃതമായ കടക്കൽ പോലീസ് സ്റ്റേഷൻ വിഭജിച്ചാണ് ചിതറ പഞ്ചായത്തിൽ വളവുപച്ചയിൽ പോലീസ് സ്റ്റേഷൻ സ്ഥാപിച്ചത്. പഞ്ചായത്ത് സ്ഥലം നൽകുകയും ജനകീയ സമിതി രൂപീകരിച്ച് കെട്ടിടം നിർമ്മിക്കുകയും ചെയ്തു. എന്നാൽ നാളിതുവരെയായിട്ടും സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. ധനകാര്യ വകുപ്പിന്റെ കടംപിടുത്തമാണ് ഉദ്ഘാടനം വൈകാൻ കാരണമെന്ന് സൂചനയുണ്ട്. ആഭ്യന്തര വകുപ്പ് പുതിയതായി ഉദ്യോഗസ്ഥരെ നിയമിക്കും എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ നിലവിലെ കടക്കൽ സ്റ്റേഷനിൽ നിന്നും ചടയമംഗലം സ്റ്റേഷനിൽ നിന്നും പോലീസുകാരെ ഇവിടേക്ക് നിയമിക്കുവാനാണ് ധനകാര്യ വകുപ്പിന്റെ നിർദ്ദേശം. ഇത് മറ്റ് 2 സ്റ്റേഷനുകളിലെയും പ്രവർത്തനങ്ങളെ ബാധിക്കും. വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ഉദ്ഘാടനം വൈകിപ്പിക്കുന്നതെന്നും ആക്ഷേപമുണ്ട്. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. വീണ്ടും ഒരു വായനാ ദിനം കൂടി കടന്നു വരുമ്പോൾ അഗസ്ത്യക്കൂട് ശ്രീകൃഷ്ണവിലാസം ഗ്രന്ഥശാല കൂരിരുട്ടിലേക്ക്. പുസ്തകങ്ങളെ സ്നേഹിക്കുന്നവർക്ക് നിരാശ മാത്രം ബാക്കിയാക്കി ഗ്രന്ഥശാല വായനാ നിഷേധത്തിന്റെ പാതയിലേക്ക്.
വായനാ ദിനങ്ങൾ വായനാ മഹോത്സവമാക്കി മാറ്റിയിരുന്ന അഗസ്തിക്കോട് ശ്രീകൃഷ്ണവിലാസം ഗ്രന്ഥശാല പ്രവർത്തനരഹിതമായിട്ട് 5 വർഷം പിന്നിടുന്നു. അഞ്ചലിലെ ആദ്യ വായനശാലയായ ശ്രീകൃഷ്ണവിലാസം ഗ്രന്ഥശാലയ്ക്ക് 8 പതിറ്റാണ്ട് പഴക്കമുണ്ട്. മാവേലിക്കര സ്വദേശിയായ ബാനർജി വേലുപ്പിള്ളയുടെയും നിമിഷകവി വേലുപ്പിള്ളയുടെയും നേതൃത്വത്തിൽ നാട്ടിലെ ചെറുപ്പക്കാരെ സംഘടിപ്പിച്ച് നായർ യുവജന സംഘടന ആരംഭിച്ചതാണ് ഗ്രന്ഥശാല. ഗ്രന്ഥശാലയ്ക്ക് ആവശ്യമായ സാധന സാമഗ്രികൾ കിലോമീറ്ററുകളോളം തലച്ചുമടായി കൊണ്ടുവന്നതായിരുന്നു. ഏറെ പ്രയാസപ്പെട്ടായിരുന്നു ഗ്രന്ഥശാല നിർമ്മിച്ചത്. വർഷങ്ങൾക്ക് ശേഷം കെട്ടിടം ജീർണിക്കുകയും ഗ്രന്ഥശാല 2005 പുതിയ കെട്ടിടത്തിലേക്ക് മാറുകയും ചെയ്തതോടെ ഗ്രന്ഥശാലയുടെ ശനിദശ ആരംഭിച്ചു. ഗ്രന്ഥശാലയുടെ ഭരണത്തിൽ രാഷ്ട്രീയം കടന്നതോടെ സ്ഥിതിഗതികൾ വളരെ മോശമായി. ഒടുവിൽ ഗ്രന്ഥശാല അടച്ചുപൂട്ടുകയായിരുന്നു. ഏകദേശം 4 വർഷത്തോളം അടഞ്ഞുകിടന്ന ഗ്രന്ഥശാല പുനരുദ്ധരിക്കാൻ ശൈവ വൈഷ്ണവ സംഘം എന്ന അഗസ്തിക്കോട്ടെ യുവജന പ്രസ്ഥാനം രംഗത്ത് വന്നു. ഗ്രന്ഥശാല സംഘവുമായി നിരന്തരം ബന്ധപ്പെട്ടതിന്റെ ഫലമായി 1 വർഷം മുൻപ് ഈ ഗ്രന്ഥശാലയിൽ ഒരു അഡ്ഹോക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 3 മാസത്തിനകം തെരഞ്ഞെടുപ്പ് നടത്തി പുതിയ ഭരണസമിതിയെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചു. എന്നാൽ പഴയ മെമ്പർഷിപ്പിന്റെ രേഖകൾ പൂർണ്ണമല്ല എന്ന പേര് പറഞ്ഞ് പുതിയ മെമ്പർഷിപ്പ് ചേർത്താൽ മാത്രമേ ഇലക്ഷൻ നടത്താൻ കഴിയൂ എന്നും അതിന് 1 മാസം സമയവും നൽകണമെന്ന് താലൂക്ക് ഗ്രന്ഥശാല സമിതിയുടെ അറിയിപ്പിനെ തുടർന്ന് യുവജനങ്ങൾ മുന്നിട്ടിറങ്ങി 135 മെമ്പർഷിപ്പുകൾ വിതരണം ചെയ്തു. എന്നാൽ 10 ദിവസം കൂടി നീട്ടി നൽകാമെന്ന ഗ്രന്ഥശാല സമിതി അറിയിച്ചു. ഇത് ആരെ സംരക്ഷിക്കാനാണെന്ന് യുവജന സംഘങ്ങൾ ചോദിക്കുന്നു. അതിനുശേഷം മാസം 8 കഴിഞ്ഞുവെങ്കിലും ഗ്രന്ഥശാല സമിതിക്ക് യാതൊരു അനക്കവുമില്ല. 1 വർഷം മുൻപ് ഗ്രന്ഥശാല തുറന്നപ്പോൾ ഭൂരിഭാഗം പുസ്തകങ്ങളും ചിതലരിച്ച് നശിച്ച നിലയിലായിരുന്നു. ഗ്രന്ഥശാലയുടെ ടിവിയും മൈക്ക് സെറ്റ് തുടങ്ങിയ ഉപകരണങ്ങളും പൂർണ്ണമായും നശിച്ചു. ഇതുമൂലം പൊതുജനങ്ങൾക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത്. 1 വർഷമായി ഗ്രന്ഥശാലയിൽ തോന്നിയ പോലെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഭൂരിപക്ഷം ദിനങ്ങളിലും ഗ്രന്ഥശാല തുറക്കാറില്ല. കമ്മിറ്റി അംഗങ്ങൾ പുറത്ത് വിതരണം ചെയ്യുന്ന പുസ്തകങ്ങൾ തിരികെ എത്തുന്നില്ല. കൃത്യമായ കണക്കുകളും ലഭ്യമല്ല. കെട്ടിടം ഭാഗികമായി തകർന്ന നിലയിലാണ്. ഭിത്തിയിൽ എവിടെ തൊട്ടാലും വൈദ്യുതാഘാതമേൽക്കും എന്ന അവസ്ഥയിലുമെത്തി. ഇതൊക്കെ ഗ്രന്ഥശാല സംഘം താലൂക്ക് യൂണിയൻ അധികാരികളെ അറിയിച്ചിട്ടുണ്ടെങ്കിലും അവർക്ക് യാതൊരു അനക്കവുമില്ല. നാട് മുഴുവൻ വായനാ ദിനം ആചരിക്കാൻ താലൂക്ക് ഗ്രന്ഥശാല അധികൃതർ ഓടി നടക്കുമ്പോൾ ഇതൊന്നും ബന്ധപ്പെട്ടവർ കണ്ടുപറ്റില്ല. ഗ്രന്ഥശാലയ്ക്ക് മുകളിൽ തഴച്ചു വളരുന്ന ആല് പോലും കണ്ടില്ലെന്നടിക്കുന്ന താലൂക്ക് ഗ്രന്ഥശാല സംഘത്തിനും നിലവിലെ ഭരണസമിതി അംഗങ്ങൾ എന്ന് പറയുന്ന അഡ്ഹോക് കമ്മിറ്റിക്കുമെതിരെ ശക്തമായ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് ശൈവ വൈഷ്ണവ സംഘത്തിലെ യുവജനങ്ങൾ. ഗ്രന്ഥശാല സംഘത്തിന്റെ നേതൃത്വത്തിലുള്ള ഈ വായനാ നിഷേധം പുസ്തകങ്ങളെ സ്നേഹിക്കുന്നവർക്ക് സഹിക്കാൻ കഴിയില്ല. പ്രതീഷ് കുമാർ, ലൈവ് വാർത്ത, അഞ്ചൽ. ചേകം ശ്രീ മഹാദേവർ ക്ഷേത്രത്തിൽ മഹാത്രിശൂല പൂജയ്ക്ക് തിരക്കേറുന്നു. പൂജയിൽ 100 കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു. ഉദ്ദിഷ്ടകാര്യസിദ്ധിക്കായി ചേകം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നടത്തപ്പെടുന്ന മഹാത്രിശൂല പൂജയിൽ വിവിധ പ്രദേശങ്ങളിൽ നിന്നും 100 കണക്കിന് ഭക്തജനങ്ങളാണ് പങ്കെടുക്കുന്നത്. ക്ഷേത്രത്തിൽ ഇത്തവണ നടന്ന 9ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തോടനുബന്ധിച്ചാണ് മഹാത്രിശൂല പൂജയ്ക്ക് തുറക്കമിട്ടത്. യജ്ഞാചാര്യൻ കൊടജാതിരി അനിൽ ബാബുവിന്റെ മുഖ്യകാർമ്മികത്വത്തിൽ എല്ലാ മാസവും 2ാം ശനിയാഴ്ചകളിൽ രാവിലെ 8:30 മുതലാണ് ത്രിശൂല പൂജ നടത്തപ്പെടുന്നത്. പ്രദേശത്ത് ആദ്യമായാണ് ചേകം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ സർവകാര്യസിദ്ധിക്കായി പൂജ നടത്തപ്പെടുന്നത്. ക്ഷേത്രോപദേശക സമിതി തുറക്കമിട്ട പൂജയ്ക്ക് പിന്തുണയുമായി മാതൃസമിതിയും മതപാഠശാലയിലെ വിദ്യാർത്ഥികളുമുണ്ട്. തൃശൂല പൂജയെ തുടർന്ന് അന്നദാനവും നടത്തപ്പെടുന്നു. ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് റിജു, സെക്രട്ടറി രാജീവ്, അംഗങ്ങളായ PK സന്തോഷ് കുമാർ, ബാബു, ഹരി, നിഖിൽ, അഭിജിത്ത്, നന്ദു, അനിൽകുമാർ, സൂരജ്, അരവിന്ദ്, ദിവ്യ, സാനു, അയ്യപ്പൻ എന്നിവർ പൂജയ്ക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പ്രധാന വാർത്തകൾ വീണ്ടും. നവജാത ശിശുവിന്റെ മൃതദേഹം വീടിനുള്ളിൽ മറവു ചെയ്തു. അഞ്ചൽ പാണയം IHDP കോളനിയിൽ രാജീവ് സോമലത ദമ്പതികളുടെ 15 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിന്റെ മൃതദേഹമാണ് വീടിനുള്ളിൽ മറവു ചെയ്തത്. നെടുമ്പാറ മാമ്പഴത്തറ റോഡിന് പ്രധാനമന്ത്രി ഗ്രാമീൺ സഡക് യോജന പദ്ധതിയുടെ അംഗീകാരം. പദ്ധതി നടപ്പിലാകുന്നതോടെ ദേശീയപാതയ്ക്ക് സമാന്തര പാതയായി ഈ പാത മാറും.
പുനലൂർ MLA റോഡിൽ 2 ആഴ്ചയായി കാർ ഉപേക്ഷിച്ച നിലയിൽ ദുരൂഹ സാഹചര്യത്തിൽ കാർ കാണപ്പെട്ട സംഭവത്തിൽ നാട്ടുകാർ പുനലൂർ പോലീസിൽ വിവരമറിയിച്ചു. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം. ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പുനലൂർ ഇലക്ട്രിക്കൽസ്, വിനായക ഫിസിയോതെറാപ്പി സെന്റർ, അഞ്ചൽ, വെറൈറ്റി ലേഡീസ് കളക്ഷൻസ് പുനലൂർ, കിങ്സ് മെഡിക്കൽ ലാബ് പുനലൂർ, ഇടിമണിക്കൽ ജുവലറി പുനലൂർ, കുരുമ്പേലിൽ ഇലക്ട്രോണിക്സ് പുനലൂർ, ശങ്കർ ഹോസ്പിറ്റൽ പുനലൂർ ആൻഡ് SS ഫർണിച്ചർ ആൻഡ് ഇലക്ട്രോണിക്സ് കുന്നിക്കോട്.